ഹലോ. ചില ദിവസങ്ങൾ നമുക്ക് നല്ലതായിരിക്കും, ചില ദിവസങ്ങളോ നമുക്ക് അത്ര നല്ല ദിവസമായിരിക്കത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല മൂടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഒരുപാട് കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് കയറിയതാണ്. അപ്പോഴെന്ത് സംഭവിച്ചെന്നറിയാമോ? ഇന്നത് കറണ്ടില്ല. താഴെ വീട്ടിലൊരു മരം ഒടിഞ്ഞു വീണ് അങ്ങനെ കറണ്ടില്ല. അങ്ങനെ ഉള്ള വെട്ടത്തിലൊക്കെ ഞാൻ ചോറ് വയ്ക്കുകയാണ്. ചോറ് വച്ചു. പിന്നെ പെട്ടെന്നാണ് തുമ്പിക്കൊരു മോഹം, ക്യാരറ്റ് തോരൻ കൂട്ടണമെന്ന്. അങ്ങനെ ക്യാരറ്റ് തോരൻ നല്ലൊരു ചോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ നിന്നല്ല വാങ്ങിയത്, അല്ലാതെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓൺലൈനിൽ നിന്ന് 2-3 വാങ്ങി. അത് 2-3 അതുപോലെ നശിച്ചു. പിന്നെ എന്താ കൂടെ വന്ന് നിൽക്കുകയാണ്, അത് വേണോ അത് വരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ക്യാരറ്റ് തോരനൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കൊണ്ട് പറയുകയാണ് ക്യാരറ്റ് തോരൻ വേണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ക്യാരറ്റ് തോരനാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കടുക് വറുത്തിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. പിന്നെ ആ തോരനെല്ലാം അതിലോട്ടാക്കിയിട്ട് അത് നമ്മളെ കരുവാടും ചമ്മന്തി സലാഡ് ഈ പരിപാടിയിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരറ്റത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇന്ന് റോഡിൽ കൊണ്ടുപോയതാണ്. 2.5 കിലോ സവാള 50 രൂപ, അങ്ങനെ അത് ചെറിയ സവാളയാണ്. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരറ്റത്തോട്ട് ഒതുക്കി വയ്ക്കുകയാണ്. അടിപൊളി കറണ്ട് വന്നു. എല്ലാ ജോലിയും തീർത്ത് വന്നപ്പോൾ കറണ്ടും വന്നു. പിന്നെ തോരനെല്ലാമായി, കരുവാട് ഫ്രൈ ആയി. കറണ്ടില്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ല ഒരു മഴയാണ് അടുക്കളയിൽ. കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാ നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്. ഇരുണ്ട് മൂടി കിടക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു ചെറിയൊരു വെളിച്ചം. ഞങ്ങൾ ചോറ് കഴിക്കാൻ എടുത്തു. ചോറിട്ടു, തോരൻ വച്ചു, അതിൻ്റെ കൂടെ ചമ്മന്തി വച്ചു, ഉണക്കമീൻ ഫ്രൈ വച്ചു, പിന്നെ സലാഡും. ഇന്നലത്തെ മീനാണത്, കൊഴിയാളയാണ്. അങ്ങനെ ഇന്നലത്തെ മീൻ വച്ചു. അതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തതും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണുന്ന